ചൈന ഇന്ത്യയെ വെല്ലുവിളിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന് മൗനമാണ് മറുപടി. ആഗോള നായകനായി പ്രധാനമന്ത്രി മോദി ലോകം മുഴുവൻ കറങ്ങി നടക്കുമ്പോഴും മൂക്കിന് താഴെ ചൈന നടത്തുന്ന അധിനിവേശങ്ങൾ കാണാതെ പോവുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ലോകത്തിൽ തങ്ങളുടെ സ്വാധീനം വളർത്താമെന്ന ലക്ഷ്യമാണ് മോദിക്കുള്ളത്. എന്നാൽ ചൈനയുമായി പഴയ കുടിപ്പകയൊന്നും ഇന്ന് അമേരിക്കയ്ക്കില്ല. പോരാത്തതിന് ട്രംപിന് ഇന്ത്യയേക്കാൾ പ്രിയം ചൈനയാണ് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്ക തങ്ങളെ സഹായിക്കുമെന്ന മോദിയുടെ ധാരണ തെറ്റുമെന്ന് വിദേശ നയതന്ത്രജ്ഞർ അടിവരയിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെ മുകൾ ഭാഗത്ത് ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് താഴ്ന്ന നീർത്തട മേഖലയ്ക്ക് ഭീഷണിയായി തുടരുമ്പോഴും ഇന്ത്യ ഇടപെടുന്നില്ല. ഇന്ത്യയെ പ്രതിരോധിക്കുകയും ടിബറ്റിനെ കൈയടക്കുകയും ചെയ്ത ചൈന പുതിയ നീക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. വടക്കുകിഴക്ക് സംസ്ഥാനമായ അസം, അരുണാചൽ എന്നിവയെ ചൈനയുടെ വലിയ അണക്കെട്ട് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിന്റെ ഭൂരിഭാഗവും ഇതോടെ ചൈനയുടെ അപ്രമാദിത്വത്തിന്റെ കീഴിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടയിൽ 2024 ഡിസംബർ 26 വ്യാഴാഴ്ച ഹിമാലയത്തിനരികെ ടിബറ്റൻ സാമ്രാജ്യം ഉദയം കൊണ്ട പ്രദേശത്ത് യെർലുങ് സംഗ്പോ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകിയത് വലിയ ഞെട്ടലുണ്ടാക്കുകയാണ്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശിനെയും ഈ ചൈനീസ് അണക്കെട്ട് പ്രതികൂലമായി ബാധിക്കും. സംഗ്പോ നദി, അതായത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, പടിഞ്ഞാറൻ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് 5000 മീറ്റർ ഉയരത്തിലെത്തുന്നു. ഇത് ഹിമാലയത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നദിയായി മാറുകയും ചെയ്യും. ടിബറ്റിൽ യെർലുങ് സംഗ്പോ പ്രസിദ്ധമായ ഗ്രാൻഡ് കന്യോണിലൂടെ 2700 മീറ്റർ ഒഴുകുന്നുണ്ട്. ഇത് യാർലുങ് സംഗ്പോ ജലവൈദ്യുത സ്രോതസ്സിന് അനുയോജ്യകരമാണ്. 2020 ചൈനയിൽ ഊർജ ഉൽപാദന വകുപ്പിന്റെ കണക്ക് പ്രകാരം 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അണക്കെട്ടിന് സാധിക്കും. ലോകത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന 88.2 ബില്യൺ എന്ന റെക്കോർഡ് കൂടി തകർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 2021-25 ചൈനയുടെ 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള ബ്രഹ്മപുത്ര അണക്കെട്ട്. യെർലുങ് സംഗ്പോയിൽ അനുമതി നേടിയ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ഒരു ദശാബ്ദത്തിലേറെയായി പുരോഗമിക്കുകയാണ്. അണക്കെട്ട് നിർമ്മാണത്തിനായി നിരവധി വെല്ലുവിളികൾ കടന്നു വരുന്നുണ്ട്. ഭൂകമ്പങ്ങൾ പതിവായി സംഭവിക്കുന്ന അതിർത്തിയിലാണ് പദ്ധതിയുടെ നിർമ്മാണം എന്നത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളുമുണ്ട്. ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മാണത്തിനായി 1.3 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ടിബറ്റിന്റെ നിയന്ത്രണ കമ്മ്യൂണിസ്റ്റ് ചൈന പിടിയിലൊതുക്കിയത് ടിബറ്റിന്റെ തീരപ്രദേശങ്ങളായ യെർലുങ് സംഗ്പോ, മോക്കോങ് നദികൾ എന്നിവയിൽ ലക്ഷ്യമിട്ടാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളമായ 2880 കിലോമീറ്ററിൽ 1625 കിലോമീറ്റർ യെർലുങ് സംഗ്പോ എന്നു പേരുള്ള ടിബറ്റൻ പീഠഭൂമിയാണ്. സംഗ്പോയിൽ നിന്ന് ഒഴുകുന്ന ജലം ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ 1.8 ബില്യൺ ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉടമ്പടി അനുസരിച്ച് മെയ് ഒക്ടോബറിൽ യാർലുങ് സംഗ്പോയുടെ ജലവൈദ്യുത വിവരങ്ങൾ കൈമാറണമെന്നാണ് നിയമം. ഇതിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയും. 2017 ഡോക്ലാം അതിർത്തി തർക്കമുണ്ടായപ്പോൾ ചൈന ഡേറ്റ പങ്കിടുന്നത് നിർത്തിയിരുന്നു. 2018 ഡേറ്റ പങ്കിടുന്നത് പുനരാരംഭിച്ചുവെങ്കിലും ചൈനയ്ക്ക് തന്ത്രപരമായി അനുയോജ്യമായി തടഞ്ഞു വെച്ചേക്കുമെന്നാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. എന്തായാലും പ്രതിരോധ സംവിധാനങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട് അണക്കെട്ടിലുള്ള ആശങ്കകൾ കൈമാറണമെന്നാണ് ആവശ്യം.